1990s ഓറൽ ബി എന്ന കമ്പനി ഒരു വലിയൊരു പ്രോബ്ലം ഫേസ് ചെയ്തു. 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ടൂത്ത് ബ്രഷ് വിറ്റ് പോകുന്നില്ല. ഡിസ്കൗണ്ട് കൊടുത്തു നോക്കി, കൂപ്പൺസ് കൊടുത്തു നോക്കി, ഫ്രീ ഗിഫ്റ്റുകൾ കൊടുത്തു നോക്കി, എന്തിന് ഡിസൈൻ തന്നെ ചേഞ്ച് ചെയ്തു. പക്ഷേ വിൽപ്പനയിൽ യാതൊരു മാറ്റവുമില്ല. അവർ മാർക്കറ്റ് റിസർച്ച് ചെയ്തു. ക്വസ്റ്റ്നിയർ ഫീഡ്ബാക്കിലെല്ലാം പോസിറ്റീവാണ്. ആ സമയത്ത് ഓറൽ ബിയുടെ മാർക്കറ്റ് ഷെയർ 23% ആയിരുന്നു. അവരുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെയും മാർക്കറ്റ് ഷെയർ ഏകദേശം അതൊക്കെ തന്നെയായിരുന്നു. അവർക്ക് എത്ര ശ്രമിച്ചിട്ടും അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവരൊരു ഡിസിഷൻ എടുത്തു, ഒരു ടീമിനെ ഔട്ട്സോഴ്സ് ചെയ്യാം. അങ്ങനെ അവർ ഔട്ട്സോഴ്സ് ചെയ്തത് ഡിസൈൻ തിങ്കിങ് രംഗത്തെ ഗോഡ് ഫാദേഴ്സ് എന്നറിയപ്പെടുന്ന ഐഡിയോ എന്ന കമ്പനിയായിരുന്നു. ഐഡിയോ എന്ന കമ്പനി ആദ്യം ചെയ്തത് ഒരു റിസർച്ച് ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് ആ റിസർച്ച് ടീമിനെ ഫീൽഡിലേക്ക് അയച്ചു. അവർ പോയി ഡോക്ടേഴ്സ്, പീഡിയാട്രീഷ്യൻ, സൈക്കോളജിസ്റ്റ് ഇവരെ മീറ്റ് ചെയ്തു. എന്നിട്ട് അവരോട് റീസെൻ്റ്ലി കുട്ടികളുടെ ബ്രഷിംഗ് പ്രോബ്ലമായിട്ട് വന്ന പേരൻസിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടു. അവരെല്ലാം തന്നെ ഈ റിസർച്ച് ടീം കോൺടാക്ട് ചെയ്തു. അതിൽ നിന്നും 40 കുട്ടികളെ അവർ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി, അവരുടെ കൂടെ വീഡിയോസ് എടുക്കാൻ തുടങ്ങി, അവരുടെ ബ്രഷിംഗ് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തു. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ റിസർച്ച് ടീം ഒരു ഷോക്കിംഗ് ട്രൂത്ത് കണ്ടെത്തി. ഇതൊരു സെയിൽസ് പ്രോബ്ലം അല്ല, ഇതൊരു എക്സ്പീരിയൻസ് പ്രോബ്ലമാണ്. ഈ ടീം ഐഡൻറ്റിഫൈ ചെയ്ത കുട്ടികളുടെ 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതൊക്കെയായിരുന്നു. ഒന്നാമത്തെ പ്രോബ്ലം, കുട്ടികൾക്ക് ബ്രഷ് കയ്യിൽ പിടിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതിൻ്റെ ഹാൻഡിൽ വളരെ തിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തിക്ക് ഗ്രിപ്പ് കൊടുത്ത് ആ ഒരു പ്രോബ്ലത്തെ അവർ റെക്ടിഫൈ ചെയ്തു. രണ്ടാമത്തെ പ്രോബ്ലം, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ബ്രഷ് കുട്ടികളുടെ മുഖത്ത് ഇടിക്കുന്നതായിരുന്നു. അത് പരിഹരിക്കാനായിട്ട് അവരൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് തേടി. അവരുടെ നിർദ്ദേശപ്രകാരം ആ ബ്രഷിൽ അവരൊരു ടെമ്പേർഡ് ബൗണ്ടറി സെറ്റ് ചെയ്തു. അതോടുകൂടി ആ പ്രോബ്ലം അവിടെ പരിഹരിക്കപ്പെട്ടു. മൂന്നാമത്തെ പ്രോബ്ലം, കുട്ടികൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഹർട്ടാവുന്നതായിരുന്നു. അത് പരിഹരിക്കാനായിട്ട് അവർ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിന് നെക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കി. ഫൈനൽ പ്രോഡക്റ്റ് കണ്ട സമയത്ത് ഓറൽ ബിയുടെ ടീം ഒന്ന് ഞെട്ടി. കാരണം മറ്റൊന്നും ആയിരുന്നില്ല, ആ പ്രോഡക്റ്റ് അത്ര വിയേർഡായിരുന്നു. മാർക്കറ്റിനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അവർക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. അവരൊരു ക്യാമ്പയിൻ അനൗൺസ് ചെയ്തു, ഗെറ്റ് എ ഗ്രിപ്പ് ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ്റെ റിസൾട്ട് അത്ഭുതാവഹമായിരുന്നു. വെറും 23% മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്ന ഓറൽ ബി 72%ലേക്ക് എത്തി. അത് 1-2 മാസത്തേക്കായിരുന്നില്ല, അടുത്ത 18 മാസം ഓറൽ ബി ആയിരുന്നു മാർക്കറ്റ് ലീഡേഴ്സ്. കസ്റ്റമേഴ്സ് പറയുന്നത് കേൾക്കുന്നതല്ല ഡിസൈൻ തിങ്കിങ്, കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണുന്നതാണ്. ഡിസൈൻ തിങ്കിങ്ങിൽ പ്രോഡക്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, പെർസ്പെക്റ്റീവാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇതുപോലുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സുകൾക്ക് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.